വെൽക്കം. സോ ഇന്ന് നമ്മൾ +1 ഹയർ സെക്കൻഡറിയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2025 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമുക്കറിയാം 4 ദിവസത്തിനുള്ളിൽ +1 എക്സാമാണ്. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അറിയാം. എന്നാലും ഇത് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക. എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്യുന്നോ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ പഠിച്ചത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോയെന്ന്. ഇപ്പം ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് കാണിക്കുമ്പോൾ നിങ്ങളത് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ തന്നെ ഫസ്റ്റ് അത് ആൻസർ ചെയ്യുക, എന്നിട്ട് ആൻസറിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് 2025 പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബ്രാഞ്ച് ഓഫ് എർത്ത് സയൻസ് കൺസേൺഡ് വിത്ത് യൂണിവേഴ്സ്. യൂണിവേഴ്സിനെ പറ്റി പഠിക്കുന്ന എർത്ത് സയൻസിലെ ബ്രാഞ്ചിനെ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഫസ്റ്റ് സെക്ഷൻ നമുക്കറിയാമല്ലോ അല്ലേ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ആദ്യത്തെ സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻസ് എന്താണ്, 1 വേർഡ് ആയിരിക്കും അല്ലേ. 1 മാർക്കായിരിക്കും 5 ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 to 5 എല്ലാം ആൻസർ ചെയ്യണം. ഫസ്റ്റത്തെ എന്താണ്, ബ്രാഞ്ച് ഓഫ് സയൻസ് ഏതാണ്? ഇറ്റ് ഈസ് ആസ്ട്രോണമി അല്ലേ, അല്ലെങ്കിൽ കോസ്മോളജി, ആസ്ട്രോണമി എന്നൊക്കെ പറയും. നമ്മൾ യൂണിവേഴ്സിനെ പറ്റി പഠിക്കുന്ന എർത്തിൻ്റെ സ്റ്റഡീസിനെയാണ് നമ്മൾ ആസ്ട്രോണമി അല്ലെങ്കിൽ കോസ്മോളജി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെക്കൻഡ് വൺ, സെലക്ട് ദ ഓഡ് വൺ ഔട്ട്. ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് ഓഡ് വൺ ആയിട്ടുള്ളത്? മഷ്റൂം റോക്ക് ഉണ്ട്, വെൻറ്റി ഫാറ്റ് ഉണ്ട്, സാൻഡ് ഡ്യൂൺസ് ഉണ്ട്, ഡെസേർട്ട് പീമെൻറ്റ്സ് ഉണ്ട്. ഏതാണ്? ഇത് എല്ലാം തന്നെ എന്താണ്, വിൻഡായിട്ട് ഇയോളിയൻ ലാൻഡ് ഫോംസ് ആണ് അല്ലേ. എയറിനാണ് ഒരു ഏജൻ്റായിട്ട് ഫോം ചെയ്തിട്ട് അത് എൻഡ് ഫോം ചെയ്തേക്കുന്ന ലാൻഡ് ഫോംസ് ആണ്. അപ്പോൾ ഇതിലേതാ? സാൻഡ് ഡ്യൂൺസ് ആണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ? സാൻഡ് ഡ്യൂൺസ്. എന്തുകൊണ്ട് സാൻഡ് ഡ്യൂൺസ് വന്നു? നമ്മൾ ചിന്തിക്കും എല്ലാം വിൻഡ് റിലേറ്റഡ് ആണല്ലോ, പക്ഷേ എന്തുകൊണ്ട് സാൻഡ് ഡ്യൂൺസ് ആയി? ബാക്കിയെല്ലാം എന്താ, ഇറോഷണലാണ്, ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ് അല്ലേ. ഇറോഡ് ചെയ്ത് മഷ്റൂം റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, മുകളിൽ ഹാർഡ് റോക്കും താഴെ സോഫ്റ്റ് റോക്ക് ഇറോഡ് ചെയ്ത് പോയി ഉണ്ടാക്കുന്നതാണ് മഷ്റൂം അല്ലെങ്കിൽ വെൻറ്റി ഫാറ്റ് എന്ന് പറയുന്നത്. വെൻറ്റി ഫാറ്റ് തന്നെ ഇറോഷണൽ ആയിട്ടുള്ള റോക്കാണ്. മഷ്റൂം റോക്കിൻ്റെ വേറൊരു പേരെന്താ, പെഡസ്റ്റൽ റോക്ക്. ഓക്കെ, ഇനി അടുത്ത ഡെസേർട്ട് പേയ്മെൻ്റ് ആണെങ്കിലും അത് ഇറോഷണലാണ്. സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ വിൻഡിൻ്റെ വെലോസിറ്റി കുറയുന്ന സമയത്ത് ഇത് വന്നിട്ട് സെഡിമെൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാവുന്നതാണ് ഡ്യൂൺസ്. അപ്പോൾ അത് ഡെപ്പോസിഷണലാണ്, മറ്റേതെല്ലാം ഇറോഷണലാണ്. അപ്പോൾ ആൻസർ സാൻഡ് ഡ്യൂൺസ്. തേർഡ് ക്വസ്റ്റ്യൻ, ദ ട്രൂ ഷേപ്പ് ഓഫ് എർത്ത് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ടേം. എന്താണ് എർത്തിൻ്റെ ഷേപ്പ്? സ്പിയർ എന്നൊന്നും പോയി എഴുതരുത്, നമ്മൾ പണ്ടോട്ടേ പഠിക്കുക അതാണെന്ന്. പക്ഷേ എർത്തിൻ്റെ ട്രൂ ഷേപ്പ് എന്താ? ഒബ്ലേറ്റ് സ്പീരിയോഡൽ അല്ലെങ്കിൽ എലിപ്സോയിഡൽ. ഒബ്ലേറ്റ് എലിപ്സോയിഡൽ അല്ലെങ്കിൽ സ്പീരിയോഡൽ, ഇത് ഏത് രണ്ടും എഴുതാം. ടെക്സ്റ്റിൽ ഒബ്ലേറ്റ് എലിപ്സോയിഡലാണ് കൊടുത്തേക്കുന്നത്. ഒബ്ലേറ്റ് സ്പീരിയോഡലും നമ്മൾ യൂസ് ചെയ്യുന്നു, ആ വേർഡും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദി ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ആവറേജ് സലൈനിറ്റി ഓഫ് സീ വാട്ടർ. ഏതാണ് ആവറേജ് സലൈനിറ്റി ഇൻ PPT പാർട്സ് പെർ? ഇതിൽ PPTയിൽ എത്രയാണ്? 35 ആണ് ആൻസർ അല്ലേ. 35 PPT ആണ്. നെക്സ്റ്റ്, എ ഡാഷ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെവറൽ മൗണ്ടൻ റേഞ്ചസ്, മൗണ്ടൻ സിസ്റ്റം ആൻഡ് മൗണ്ടൻ ചെയിൻസ്. മൗണ്ടൻ ചെയിനും മൗണ്ടൻ റേഞ്ചും മൗണ്ടൻ സിസ്റ്റവും മൊത്തത്തിൽ ആ കോമ്പിനേഷനെ നമ്മൾ എന്താ പറയുക? മൗണ്ടൻ കോർഡിലേറ. ഓക്കെ, ആൻസർ എന്താ? കോർഡിലേറ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആ ടെക്സ്റ്റിൻ്റെ ഉള്ളിലുണ്ട്. ടെക്സ്റ്റ് നമ്മൾ നല്ലപോലെ പഠിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ? കോർഡിലേറ. ഓക്കെ, ഞാൻ സെക്ഷൻ 2ലേക്ക് പോവാം. സെക്ഷൻ 2 എത്ര മാർക്കാണ്? ആൻസർ എനി 6 ക്വസ്റ്റ്യൻ ഫ്രം 6 to 12 6 ആൻസർ ചെയ്യുക. ദെൻ 2 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെയിം ദ ഫോളോയിങ്. മെക്കാനിക്കൽ വെതറിങ് ബൈ പ്ലാന്റ് റൂട്ട്. പ്ലാന്റ് റൂട്ടിന് നമ്മൾ എന്താ പറയുക? റൂട്ട് വെഡ്ജിങ് അല്ലേ. അതായത് ബയോളജിക്കൽ വെതറിങ് ആണത്. മെക്കാനിക്കൽ വെതറിങ് ബൈ പ്ലാന്റ് റൂട്ടാണ് റൂട്ട് വെഡ്ജിങ് അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്താ? റൂട്ട് വെഡ്ജിങ്. പിന്നെ പ്ലാന്റ് റൂട്ട്, കാരണം എന്താ, പ്ലാന്റ് റൂട്ട് ഗ്രോ ഇൻ ടു ക്രാക്ക് ഓഫ് റോക്ക്, ദേ എക്സേർട്ട് ഫിസിക്കൽ പ്രഷർ ദാറ്റ് ഇവൻച്വലി ഫോഴ്സസ് ദ റോക്ക് അപ്പാർട്ട്. അതാണ് നമ്മുടെ റൂട്ട് വെഡ്ജിങ് എന്ന് പറയുന്നത്. അതായത് പ്ലാന്റ് റൂട്ട്സ് എല്ലാം
എന്താണ് ഈ റോക്കിൻ്റെ ഉള്ളിലേക്ക്, ആ ക്രാക്കിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ എന്താണ് അവിടെ വെതറിങ് നടക്കാനുള്ള ഇതുണ്ടല്ലേ, അവിടെ പ്രഷർ വന്നിട്ട് ആ ക്രാക്കിലൂടെ ആ റോക്ക് എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ആവും. അങ്ങനത്തേനുള്ള തന്നെയാണ് നമ്മൾ റൂട്ട് വെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോയിൽ വിച്ച് ആർ സീൻ ഇൻ ദെയർ പ്ലേസ് ഓഫ് ഫോർമേഷൻ, എവിടെയാണോ അവർ ഫോം ചെയ്ത അവിടെ തന്നെയുള്ള അങ്ങനത്തെ സോയിൽസിനെ നമ്മൾ എന്താ പറയുക, അവിടെ തന്നെ കാണുന്നതിനെ റെസിഡ്യുവൽ സോയിൽ. എവിടെ റെസിഡ്യുവൽ, ദേ ആർ ഇൻ സിറ്റു സോയിൽ അല്ലേ. ദേ ആർ ഫ്രം ദ വെതറിങ് ഓഫ് അണ്ടർലൈങ് ബെഡ് റോക്ക് ആൻഡ് ഹാവ് നോട്ട് ബി ട്രാൻസ്പോർട്ടഡ്. അതായത് ട്രാൻസ്പോർട്ടിങ് ഏജൻസ് ഉണ്ടല്ലോ, വിൻഡ്, റിവർ, സ്ട്രീംസ്, ഗ്ലേഷ്യർ എന്തും ആയിക്കോട്ടെ, അവയൊന്നും കൊണ്ടുപോകാണ്ട് അവയിൽ നിന്നൊന്നും ട്രാൻസ്പോർട്ട് ചെയ്യാണ്ട് എന്താണ് എവിടെ അതിൻ്റെ ബെഡ് റോക്കിൻ്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന അങ്ങനത്തെ സോയിൽസിനെയാണ് നമ്മൾ റെസിഡുവൽ സോയിൽസ്, ഏതാ ലാറ്ററൈറ്റൊക്കെ പോലെ അല്ലേ. മറ്റ് വിൻഡൊക്കെ ആണെങ്കിൽ എന്താണ് അതിൻ്റെ വിൻഡിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ വഴി ചില വിൻഡ് പോകും അല്ലേ. സാൻഡ്സ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അണ്ടർലൈൻ റോക്കായിട്ട് അതിന് ഒരു കണക്ഷനും ഇല്ല അല്ലേ, അത് ട്രാൻസ്പോർട്ടഡ് ആയിട്ടുള്ള വിൻഡാണ്. അപ്പം വിൻഡ് വഴി ഫോം ചെയ്യുന്ന നമ്മൾ എന്ത് പറയുന്നു, ഇയോളിയൻ ഡെപ്പോസിറ്റ് പറയും. റിവർ വഴിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രീം ആണെങ്കിൽ അലീവിയൽ ഡെപ്പോസിറ്റ് അല്ലേ. അങ്ങനത്തെ ഓക്കെ, അതൊക്കെ റിമെമ്പർ ചെയ്യുക. 7th ക്വസ്റ്റ്യൻ, കറക്റ്റ് ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ആൻഡ് റീറൈറ്റ് ചെയ്യാൻ ആണ് പറഞ്ഞേക്കുന്നത്. ദി എ ക്വസ്റ്റ്യൻ ആണ്, വെയ്റ്റ് ഈസ് ദ ജനറൽ ടേം അപ്ലൈ ടു ദ മെറ്റീരിയൽ ട്രാൻസ്പോർട്ടഡ് ബൈ റിവർ. വെയ്റ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. വെയ്റ്റ് ആണോ അതിൻ്റെ ആൻസർ? കറക്റ്റ് നമ്മൾ എന്താ കൊടുക്കേണ്ടത് അവിടെ? ഏതാണ് ജനറൽ ടേം? മെറ്റീരിയൽ, റിവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസിന് നമ്മൾ മൊത്തത്തിൽ എന്താ പറയുക? ഇറ്റ് ഈസ് ലോഡ്. LOAD, ലോഡ് കേട്ടിട്ടില്ലേ? ബെഡ് ലോഡ്, ഡിസോൾവ് ലോഡ്, സസ്പെൻഷൻ ലോഡ്, ഇതൊക്കെ എന്താണ്, റിവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസാണ്. റിമെമ്പർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, പോട്ട് ഹോൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് സ്ട്രീംസ്. പോട്ട് ഹോള് സ്ട്രീംസിൻ്റെ ഡെപ്പോസിഷൻ വഴിയിട്ടാണ് ഫോം ചെയ്യുന്നത്. കറക്റ്റാണോ അല്ലയോ? ഒരിക്കലും അല്ല അല്ലേ. പോട്ട് ഹോൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഇറോഷൻ അല്ലെങ്കിൽ അപ്പറേഷൻ ഓഫ് സ്ട്രീംസ് വഴി ഫോം ചെയ്തതാണ് പോട്ട് ഹോൾസ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പം മറ്റേ ഡെപ്പോസിഷനോട് നമ്മൾ എന്താ എഴുതണം? ഇറോഷൻ എഴുതണം. സോ കമ്മിങ് ഇൻ ടു 8th ക്വസ്റ്റ്യൻ, ആൻസർ ദ ഫോളോയിങ് അബൌട്ട് മിനറൽസ്. മിനറൽസിൻ്റെ ചാപ്റ്ററിൽ നിന്നാണ്. ദ മിനറൽ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന് യൂസ് ചെയ്യുന്ന മിനറൽ ഏതാ? ഒരിക്കലും നമുക്കറിയാം, ഏറ്റവും കൂടുതൽ അറിയുന്നതാണ് അല്ലേ. നമുക്ക് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണത്. വാട്ട് ഈസ് ദാറ്റ്? ജിപ്സം അല്ലേ. കാൽഷ്യം സൾഫേറ്റ്, അതിൻ്റെ ഫോർമുല എന്താ? CaSO4 H2O. ഓക്കെ, അതായത് ജിപ്സത്തിന് എന്താണ്, അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാട്ടർ ലോസ് ആവുന്നു ആൻഡ് ഇറ്റ് ബിക്കം പൗഡർ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് B ക്വസ്റ്റ്യൻ, ദ ജെം സ്റ്റോൺ വിച്ച് ഷോ റെഡ് കളർ. റെഡ് കളർ കാണിക്കുന്ന ജെം സ്റ്റോൺ ഏതാണ്? റൂബിയാണ് റെഡ് കളറ്. ഗ്രീൻ കളർ ഏതാ? എമറാൾഡ്, ബ്ലൂ സഫയർ. അപ്പോൾ കളറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മിനറലിൻ്റെ കളറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജെം സ്റ്റോൺ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അതേതാ? റൂബിയാണ്, റെഡ് കളറാണ്. ഇറ്റ് ഈസ് എ റെഡ് വെറൈറ്റി ഓഫ് ഏതാ? മിനറൽ കൊറണ്ടമാണ്. റൂബി എന്തുകൊണ്ടാണ് മേഡപ്പ് ചെയ്തേക്കുന്നത്? കൊറണ്ടം. ഓക്കെ, ഇനിയും 9th ക്വസ്റ്റ്യൻ, റൈറ്റ് ഇൻ ബ്രീഫ് അബൌട്ട് ദ ഫോളോയിങ് ബ്രാഞ്ചസ് ഓഫ് ജിയോളജി. പല ബ്രാഞ്ചസ് ഓഫ് ജിയോളജി പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് തന്നേക്കുന്നത്, പാലിയോntology. പാലിയോ എൻറ്റോളജി എന്താണ്? പാലിയോ എന്ന് കേൾക്കുമ്പോൾ, ആ വേർഡ് കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നതാണ് പാസ്റ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നതാണ്. പാസ്റ്റിൻ്റെ എന്ത്? ഫോസിൽസ്. പാസ്റ്റ് എന്ന് ഓർക്കുക, ഇറ്റ് ഈസ് അബൌട്ട് ഫോസിൽസ് അല്ലേ. ദ സ്റ്റഡി ഓഫ് ആൻഷ്യൻ ലൈഫ് ത്രൂ ഫോസിൽസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പാലിയോntology. ഇറ്റ് ഇൻവോൾവ് ഐഡൻറ്റിഫൈയിങ് പ്ലാന്റ് ആൻഡ് ആനിമൽ റിമെയിൻ ടു അണ്ടർസ്റ്റാൻഡ് എർത്ത് ഇവല്യൂഷണറി ഹിസ്റ്ററി. എർത്തിൻ്റെ ഇവല്യൂഷണറി ഹിസ്റ്ററി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും എന്ത്? ഇപ്പം പ്ലാന്റ്സ് ആണെങ്കിലും ഓർഗാനിസംസ് ആണെങ്കിലും ഡെഡായ ശേഷം അവരുടെ ഹാർഡ് പാർട്സ് എന്താവുന്നു? പ്രിസർവ് ആവുന്നു. ആ ഹാർഡ് പാർട്സ് നമ്മൾ എന്ത് ചെയ്തു സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ പാലിയോ എൻവയോൺമെൻറ്റ് എന്താണ്, പാലിയോ കണ്ടീഷൻസ്
ക്ലൈമറ്റ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്കതിനെ സ്റ്റഡി ചെയ്യാം. അപ്പോൾ ഫോസിൽസിനെ യൂസ് ചെയ്ത് നമ്മൾ എർത്തിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നതാണ് പാലിയോൻറ്റോളജി എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യനാണ് പെട്രോളജി എന്താണ്? പെട്രോളജി എന്താ? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് റോക്സ് അല്ലേ? റോക്സിനെ പെട്രോ എന്ന് പറഞ്ഞാൽ എന്താ? പെട്ര എന്ന് മീനിങ് റോക്സ്. അപ്പം ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് റോക്സ് ആണ്. ദ ബ്രാഞ്ച് ഓഫ് ജിയോളജി ദാറ്റ് ഡീൽസ് വിത്ത് ദി ഒറിജിൻ, കോമ്പോസിഷൻ, സ്ട്രക്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സിനെയാണ് എന്ത്? പെട്രോളജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആൻഡ് 10th ക്വസ്റ്റ്യനാണ് റൈറ്റ് ദ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. ഫസ്റ്റാണ് വാട്ടർ ടേബിൾ. എന്താണ് വാട്ടർ ടേബിൾ? അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കണം അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്. ഹൈഡ്രോളജി, വാട്ടറായിട്ട് റിലേറ്റഡ് ഉള്ള ചാപ്റ്ററിൽ നിന്നാണ് അല്ലേ? വാട്ടറായിട്ട് റിലേറ്റഡ് ആണ് വാട്ടർ ടേബിൾ. അപ്പോൾ അതെന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ദ അപ്പർ സർഫസ് ഓഫ് സോൺ ഓഫ് സാച്ചുറേഷൻ. സോൺ ഓഫ് സാച്ചുറേഷനും സോൺ ഓഫ് എയറേഷനും പഠിച്ചിട്ടുണ്ട്. എന്താണ് സോൺ ഓഫ് എയറേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് പാർഷ്യലി ഫിൽഡ് വിത്ത് എയറും പാർഷ്യലി ഫിൽഡ് വിത്ത് വാട്ടറുമാണ് സോൺ ഓഫ് എയറേഷൻ. അതിൻ്റെ താഴെയാണ് സോൺ ഓഫ് സാച്ചുറേഷൻ. അതിലെ എല്ലാ പോഴ്സും എന്തായിരിക്കും? വാട്ടറായി ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ആ വാട്ടറായി ഫില്ല് ചെയ്തിട്ടുള്ള തൊട്ട് മുകളിലുള്ള ആ ഒരു സോണിനെയാണ് നമ്മൾ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം വിറ്റി തുടങ്ങുന്ന സോണാണ് ഏത്? വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ബിലോ ദിസ് ലൈൻ, അതായത് വാട്ടർ ടേബിളിൻ്റെ താഴെ എല്ലാ പോഴ്സും ഫ്രാക്ചേഴ്സും എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ ആയിരിക്കും. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ഇസ് ദ കാർസ്റ്റ് ടോപ്പോഗ്രഫി. കാർസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി ലാൻഡ്സ്കേപ്പ് ഫോംഡ് ബൈ ഡിസൊല്യൂഷൻ ഓഫ് സോലുബിൾ റോക്ക് ലൈക്ക് ലൈംസ്റ്റോൺ ഓർ ഡോളമൈറ്റ് ബൈ ഗ്രൗണ്ട് വാട്ടർ. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിൻഹോൾ കേവ് അണ്ടർഗ്രൗണ്ട് സ്ട്രീംസ്. അതായത് ലൈം സ്റ്റോണിൻ്റെ ഡിസൊല്യൂഷൻ കാരണം ഉണ്ടാവുന്നതാണ് കാസ്റ്റ് ടോപ്പോഗ്രഫി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാലക്മൈറ്റ് എല്ലാം പഠിച്ചിട്ടില്ലേ? അപ്പം അതെന്താണ്? ഇപ്പം ലൈം സ്റ്റോണ് മുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും താഴെ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും മീൻസ് അത് വന്നിട്ട് ഗ്രൗണ്ട് വാട്ടറിൽ ഉണ്ടാകുന്നതാണ്. ഗ്രൗണ്ട് വാട്ടറിൽ എന്ത് ചെയ്യുന്നു? ആ വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ സോൾട്ട് മാത്രം ബാലൻസായി കിടക്കുന്നു. അങ്ങനെ വന്നിട്ടാണ് നമുക്ക് കാസ്റ്റ് ടോപ്പോഗ്രഫി കിട്ടുന്നത്. ഓക്കെ, 11th വൺ ഈസ് ദി ഡിസ്ക്രൈബ് ദ ഫോർമേഷൻ ഓഫ് ഫോളോയിങ് ഫീച്ചേഴ്സ്. എങ്ങനെയാണ് സീ ക്ലിഫും കോറൽ റീഫും ഫോം ചെയ്യുന്നത്? ആ ഒരു ഫോർമേഷനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ആദ്യത്തേത്. എങ്ങനെയാണ് സീ ക്ലിഫ് ഫോം ചെയ്യുന്നത്? സീ ക്ലിഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലോർക്കേണ്ടത് എന്താ? അതൊരു ഇറോഷണലാണ് അല്ലേ? അപ്പോൾ സീ ക്ലിഫ്. അപ്പോൾ സീ എവിടെയാണ്? സീൻ്റെ ക്ലിഫ് ഉണ്ടാകാൻ കാരണം ആരായിരിക്കും? വേവ് ആയിരിക്കും അവിടുത്തെ മെയിനായിട്ടുള്ള ആൾ. അപ്പോൾ ദീസ് ആർ സ്റ്റീപ്പ് കോസ്റ്റൽ സ്ലോപ്പ് ഫോംഡ് ബൈ ഇറോസീവ് ആക്ഷൻ ഓഫ് വേവ്സിൻ്റെ ഇറോസീവ് ആയിട്ടുള്ള ആക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ്. ക്രാഷിംഗ് അഗെയിൻസ്റ്റ് ദ ബേസ് ഓഫ് റോക്കി ഷോർ, കോൺസ്റ്റൻറ്റ് അണ്ടർകാറ്റിംഗ് ഇവൻച്വലി കോസ് ദി ഓവർ ഹാങ്ങിങ് റോക്ക് ടു കൊളാപ്സ്. അതായത് ഇങ്ങനെ ഒരു റോക്ക് സർഫസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വേവ്സാണ്. ഈ വേവ്സ് എന്ത് ചെയ്യുന്നു? ഇവിടെ വന്ന് ബ്രേക്ക് ആവുന്നു. ഇവിടെ വന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ ഒരു റോക്കായിട്ട് അറ്റാച്ച്മെൻ്റ് ആവുന്നു, മീൻസ് റിയാക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ സോഫ്റ്റ് റോക്സ് ആണെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നു? ഇറോഡായി പോകുന്നു. ഈ വേവിൻ്റെ ആക്ഷൻ കാരണം ഇവിടെ ഇറോഡായി പോകും. അപ്പോൾ എന്ത് സംഭവിക്കുക? ലാസ്റ്റ് നമുക്ക് ഒരു ക്ലിഫ് ഉണ്ടാവും. ഇങ്ങനെ മുകളിൽ മാത്രമായിട്ടുണ്ടാവും. കാരണം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇറോസീവ് ആക്ഷൻ കാരണം പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സീ ക്ലിഫ് എന്ന് പറയുന്നത്. ക്ലിയറായി ഓർക്കുന്നു. ഇനി അടുത്തത് എന്താണ്? കോറൽ റീഫാണ്. കോറൽ റീഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഓർഗാനിക് സ്ട്രക്ചർ ബിൽഡ് ബൈ കോളനീസ് ഓഫ് കോറൽ പോളിപ്സ്. ദേ സെക്രേറ്റ് കാൽഷ്യം കാർബണേറ്റ് ടു ഫോം ഹാർഡ് സ്കെൽറ്റൻ ഇൻ വാം ഷാലോ ക്ലിയർ മറൈൻ വാട്ടർ. അതായത് കോറൽ റീഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒറിജിൻ? അതായത് അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബിൽഡ് ബൈ കോളനീസ് ഓഫ് ടൈനി മറൈൻ ആനിമൽസ്. കോറൽ പോളിപ്പിൽ നിന്ന് ഫോം ചെയ്തതാണ്. അവർ സെക്രേറ്റ് ചെയ്യുന്ന കാൽഷ്യം കാർബണേറ്റ് അവരുടെ സെൽസ് എന്തുകൊണ്ട് മെയ്ഡ് ചെയ്തെത്തിക്കുകയാണ്? കാൽഷ്യം കാർബണേറ്റും കൊണ്ടാണ്. വാം ഷാലോ ക്ലിയർ മറൈൻ വാട്ടറിലായിരിക്കും. അതുപോലെ തന്നെ സൺലൈറ്റ് പെനട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലായിരിക്കും ഇവരെ കാണാൻ പറ്റുന്നത്. നമ്മൾ പഠിച്ചു അല്ലേ? അറ്റോള്, ഫ്രിഞ്ചിങ് ബാരിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക.
ഇന്നും 12th ക്വസ്റ്റ്യനാണ്. 12th ക്വസ്റ്റ്യൻ എന്താണ്? ഇവാലുവേറ്റ് സപ്പോർട്ടിങ് എവിഡൻസ് ഓഫ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ സപ്പോർട്ടിങ് ആയിട്ടുള്ള എവിഡൻസ് എന്തൊക്കെയായിരുന്നു എന്നാണ്. ഈ ആദ്യം നമ്മളപ്പം എഴുതേണ്ടത് എന്താണ്? കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് എഴുതുക. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ഹൂം? ആൽഫ്രഡ് വെഗ്നർ. മറന്നു പോയിട്ട് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ആൽഫ്രഡ് വെഗ്നർ ആണ്. ആൽഫ്രഡ് വെഗ്നർ ആണ് കോണ്ടിനെൻ്റൽ തിയറി കൊണ്ടുവന്നത്. അപ്പോൾ സീ ഫ്ലോർ സ്പ്രെഡിങ് ആരാ കൊണ്ടുവന്നത്? സീ ഫ്ലോർ സ്പ്രെഡിങ് ഈസ് ബൈ ഹാരി ഹെസ്. അല്ല, ഓരോ ഓതേഴ്സിൻ്റെ പേര് പറഞ്ഞ് മീൻസ് ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് അവരുടെ പേര് പഠിച്ചു വെക്കുക. പിന്നെ കൺവെൻഷണൽ കറണ്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലേറ്റ് തിയറി കൊണ്ടുവന്നത് ആരാ, അതൊക്കെ പഠിച്ചു വെക്കുക. ആൻഡ് ആൽഫ്രഡ് വെഗ്നറാണ്. അപ്പോൾ ഇവിടുത്തെ എന്താണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്താ പറയുന്നത്? പണ്ട് അതായത് ജുറാസിക് പീരീഡിന് മുന്നേ എല്ലാം ഒരു കോണ്ടിനെൻറ്റ്സ് എല്ലാം പറയുന്നത് ഒരു ഫുൾ ലാൻഡ് മാസമായിരുന്നു അല്ലേ. കോണ്ടിനെൻ്റ് വേർ ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് ആയിരുന്നു. ആ സൂപ്പർ കോണ്ടിനെൻ്റ് പേരെന്താണ്? സൂപ്പർ കോണ്ടിനെൻ്റിൻ്റെ പേരെന്താ? പാൻജിയ എന്നായിരുന്നു. സറൗണ്ടഡ് ബൈ ദ സീ, പന്താലസി. പന്താലസി എന്ന് പറഞ്ഞാൽ സീ ആണ് സറൗണ്ട് ചെയ്തത്. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ കോണ്ടിനെൻറ്റ്സ് എല്ലാവരും കൂടി എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി, ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഓരോ കോണ്ടിനെൻറ്റ്സ് ഫോം ചെയ്തത്. അപ്പോൾ അതാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി പറയുന്നത്. അപ്പോൾ ഇതിൽ എവിഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? മാച്ചിങ് കോസ്റ്റൽ ലൈൻ ഓഫ് സൗത്ത് അമേരിക്ക ആൻഡ് ആഫ്രിക്ക. അതാണ് ഫസ്റ്റത്തെ. അതായത് പല കോണ്ടിനെൻറ്റ്സിൻ്റെയും കോസ്റ്റൽ ലൈന് എന്ത് ചെയ്യുന്നു? മാച്ചിങ് ആയിരുന്നു. ഇപ്പം സൗത്ത് അമേരിക്കയുടെയും ആഫ്രിക്കയുടെയും കോസ്റ്റ് ലൈൻ, അതാണ് ആൽഫ്രഡ് വെഗ്നർ ആദ്യം കണ്ടുപിടിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഫോസിലിൻ്റെ കോറിലേഷൻസ്. അപ്പോൾ ഏതൊക്കെയാണ് എവിഡൻസ് പറയുന്നത്? ഫിറ്റ് ഓഫ് കോണ്ടിനെൻ്റൽ മാർജിൻസ്, സിമിലാരിറ്റി ഓഫ് റോക്ക് സീക്വൻസ് ആൻഡ് സ്ട്രക്ചറൽ ഫീച്ചർ, പാലിയോ ക്ലൈമാറ്റിക് എവിഡൻസസ്, ഫോസൽ എവിഡൻസസ്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അത് ടെക്സ്റ്റിൽ ഉണ്ട്. 219 ആ പേജ് തൊട്ട് നോക്കുക. ആ പേജിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. അപ്പോൾ അത് ഷോർട്ട് ചെയ്തിട്ട് എഴുതുക എന്തൊക്കെയാണെന്ന്. ഫോസിൽ എവിഡൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചില ആനിമൽസിനൊന്നും മീൻസ് ഓഷൻസ് ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ്? വൺസ് ഇതൊരു മീൻസ് കോണ്ടിനെൻ്റ് ആയിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ അത് അല്ലെങ്കിൽ അതിന് മീൻസ് ആനിമൽസിനൊന്നും ഓഷൻസ് കിടക്കാൻ പറ്റത്തില്ലല്ലോ, ഇമ്പോസിബിളാണ്. അപ്പം വൺസ് ഇതിൻ്റെ ഒരു എവിഡൻസ് ആണത്. ആൻഡ് പാലിയോ ക്ലൈമറ്റിക് എവിഡൻസസ്, സെയിം ക്ലൈമറ്റിൽ ഇതാക്കിയത്. ഫോസിൽസിൻ്റെ ഏതൊക്കെയാണ്? മീസോസോർസ് ഉണ്ട്, ഗ്ലോസോപ്റ്റോറിപ്സ് ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ എഴുതുക. പിന്നെ കോസ്റ്റൽ ലൈനിൻ്റെ സിമിലാരിറ്റീസ് എഴുതുക. പിന്നെ അതുപോലെ തന്നെ എവിഡൻസ് ലാസ്റ്റ് ഒരു ഇതുപോലെ കൊടുക്കുക, എന്തുകൊണ്ടാണ് ഇത് ഡീമെറിറ്റ് എന്നതും കൊടുക്കുക. ഇനിയും സെക്ഷൻ 3 അത് നെക്സ്റ്റ് പാർട്ടിൽ ഇനി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ടു ഫ്രണ്ട്സ്. 4 days കൂടെ ഉള്ളൂ. സോ സ്റ്റഡി ഹാർഡ്. താങ്ക് യു.